ആമേൻ എന്ന് പറയുന്ന സിനിമ, കീർത്തനം എന്ന് പറയുന്ന എൻ്റെ സിനിമയുടെ ബേസ് തീം തന്നെയാണ്. എൻ്റെ സെറ്റുകാരൻ അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പം അങ്ങനെ കുറേ ബേസ് തീമുകൾ റിപ്പീറ്റേഷൻ വരും. അത് ആരുടെയും കുറ്റമല്ല, അത് വേറെ പശ്ചാത്തലത്തിൽ വേറെ രീതിയിൽ പറയുക എന്നുള്ളതാണ് ബുദ്ധി ഹിറ്റായിരിക്കുന്നത്. ഇതൊക്കെ ഈ ആകാശഗംഗയിലെ റൈറ്റർ അല്ലേ ആദ്യത്തെ? അത് രണ്ടാമത്തെ പാവ എൻ്റെ തലയിൽ വെക്കരുത്. എന്താ പിന്നൊരു ഹൊറർ ട്രൈ ചെയ്യാണ്ടിരുന്നത്? ഹൊറർ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആകാശഗംഗ കഴിഞ്ഞപ്പോൾ അതിന് അനുബന്ധമായിട്ട് കുറേ ഹൊറർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയല്ലേ. കുറച്ച് ഹൊററൊക്കെ വന്ന് ഇങ്ങനെ പോയി. പിന്നെ ഒരു സംഭവം ഇങ്ങനെ ഹൊറർ മാത്രമായിട്ടുള്ളൊരു പരിപാടി അതെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാലും അതും ഒരു പുതുമയായിരുന്നു. ഹൊറർ കോമഡി എന്ന് പറഞ്ഞ ട്രാക്ക്. അപ്പൊ ഹൊറർ പേടിപ്പിക്കൽ മാത്രമുള്ള പരിപാടിയുടെ ഇടയിലാണ് നമ്മൾ കോമഡി കൂടി മിക്സ് ചെയ്തിട്ട് ഹൊറർ കോമഡി വന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അതിനോടുള്ള ഈ റിപ്പീറ്റേഷൻ വരാതെ നോക്കണമല്ലോ, പിന്നെയും ഒരു ഹൊറർ അപ്പൊ തന്നെ ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ ഇപ്പൊ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഹൊറർ അല്ല, പക്ഷെ ഫാന്റസി ലൈനുള്ള ഒരു പരിപാടിയാണത്, ഫാന്റസിയാണത്. ഒരു ഫാന്റസി ഒരു ഇത് നമ്മുടെ ടോവിനോ അഭിനയിക്കുന്ന ഒരു അടുത്ത ഈ വർഷം എൻഡിലൊക്കെ ഉണ്ടാവും. എപ്പോഴാ സംവിധായം പണ്ട് തൊട്ട് തന്നെ ഇങ്ങനെ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് കാരണം എല്ലാ ഭാരം മുഴുവൻ തലയിലെടുത്ത് വെക്കണ്ടല്ലേ. ഇപ്പൊ റൈറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറയില്ലേ എല്ലാത്തിലും നമ്മൾ ത്രൂ ഔട്ട് നിൽക്കുകയും ഡബിങ്ങിന് ഇരിക്കുകയും വെക്കാം. ആ ഒരു സംവിധായകന്റെ മേലൊക്കെയാണ് ഞാൻ പണ്ടേ തോന്നിയിട്ടില്ല. ഇപ്പൊ പിന്നെയും കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ അഭിനയിക്കുക എന്നാണ് തോന്നുന്നത്. അങ്ങനെ ചില പടങ്ങളിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. അതാവുമ്പോ പിന്നെ നമുക്ക് ടെൻഷൻ കുറവുള്ളു. സംവിധാനം ഒന്നും കൂടി ഓവർ ഒരു ബ്രെയിനും കൂടി ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. എപ്പോഴും റൈറ്ററുടെ കൂടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനും നമ്മളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ആ ഒരു സിങ്ക് വന്നു കഴിഞ്ഞാല് നമുക്കും കൂടി ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റൈറ്റർ കം ഡയറക്ടർ ആണെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ മാത്രമായിരിക്കല്ല, സ്ക്രിപ്റ്റിലായാലും ഇതാണ് ഞാൻ തന്നെ തീരുമാനിക്കുന്നു, ഞാൻ തന്നെ ഇങ്ങനെ മതി. ഇതിലാരോടെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ അവര് ഒരു പരിധി വരെ പറയുള്ളൂ. ഇപ്പൊ എഴുതാനിരിക്കുമ്പോഴേ പണ്ടത്തെ പോലെ അല്ലല്ലോ, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറെ ഫിൽറ്ററുകൾ ഉണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. പക്ഷെ അപ്പുറത്ത് ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ടെന്ന് പറയുന്ന ഒരു തിയറിയും വരുന്നുണ്ട്. ഇപ്പൊ ഷാഹി കബീർ എന്നുള്ള റൈറ്റർ ജോസഫ് എഴുതിയ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇപ്പൊ ആളുകൾക്ക് അത് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ. അങ്ങനെ പറയുന്ന ഒരു തിയറി വരുന്നുണ്ട്. ഇതൊക്കെ എഴുത്തുക എന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അതിപ്പോ എഴുതുമ്പോ ചിന്തിക്കേണ്ട വിഷയമാണത്. കാരണം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട് പല കാര്യങ്ങളും, മാറിയേ പറ്റൂ. കാരണം നമുക്ക് ഇപ്പൊ ചാന്തുപൊട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, കുറച്ച് വേദനിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഒരു ബോഡി ഷേമിങ് നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പണ്ട് ഞാനൊക്കെ പഴയ കാലത്ത് എഴുതിയിട്ടുണ്ട്. അത് അന്ന് അതൊന്നൊരു വിഷയമായിരുന്നില്ല. അന്നത് വിഷയമല്ല, അത് ഒരു വിഭാഗത്തിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു തടിയുള്ളവനെ കളിയാക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുരാണ പടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്ര സിനിമകളിൽ ഈ വടക്കമ്പാട്ടിലൊക്കെ ഭയങ്കര തടിയുള്ള ആളും ആലമുടിന്റെ ക്യാരക്ടറും വരും, രണ്ടും തമ്മിൽ വാൾപ്പയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ വിഷ്വലി കോമഡിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ തടിയുള്ളവരെ ഭയങ്കര കോമഡിയന്മാരായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നുള്ള മാറിയ ചിന്ത എഴുത്തുകാർക്ക് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളുടെ തിരിച്ചറിവുകൾ കാലഘട്ടത്തിനനുസരിച്ച് തിരിച്ചറിവുകൾ ഉണ്ടാകാറുണ്ട്, സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ആ തിരിച്ചറിവുകൾ നമ്മൾ ഉൾക്കൊള്ളണം. ഒരാളെ നിറത്തിൻ്റെ പേരിലോ ശരീരത്തിൻ്റെ രൂപത്തിൻ്റെ പേരിലോ നമ്മൾ കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ ഈ പോളിസി ഞാൻ കുഞ്ഞിക്കൂനലിൽ ഞാൻ അതിൻ്റെ മെയിൻ തീം തന്നെ അതാണ്. അന്ന് അതിൻ്റെ അകത്ത് കോമഡികൾ പലതുണ്ടെങ്കിലും അതിൻ്റെ കണ്ടന്റ് ഒരാളുടെ ബാഹ്യ രൂപമല്ല, അവൻ്റെ കഥാപാത്രം, അവൻ്റെ നന്മ, അവൻ്റെ പ്രവൃത്തിയാണ് അവനെ നിലനിർത്തേണ്ടത്. അല്ലാണ്ട് അവനിങ്ങനെ കൂനക്കള്ളായതുകൊണ്ട് അവനെ അവഗണിക്കേണ്ടവനല്ല എന്ന് പറയുന്ന ഒരു സംഭവം മൊത്തത്തില് അതാണ് എൻ്റെ ഉദ്ദേശം. അത് നടവരുന്നല്ലോ. അതായത് മനുഷ്യന്റെ ബാഹ്യമായ രൂപം കൊണ്ട് അളക്കാൻ പറ്റുമോ നമുക്ക് ഒരാളാ? അയാൾ എന്താണ്? അയാൾ സൗന്ദര്യമുണ്ട് അതുകൊണ്ട് നല്ലവരാണോ? സൗന്ദര്യമുള്ളവർ എത്ര പേര് വില്ലന്മാരുണ്ട്, ദുഷ്ടന്മാരുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമല്ലേ, അത് ഏത് നിമിഷവും നഷ്ടപ്പെടാം, എന്ത് ഒരു അപകടത്തിൽ നഷ്ടപ്പെടാം. പക്ഷെ നന്മ സൗന്ദര്യത്തിന്റെ പേരിലാണോ മഹാത്മാഗാന്ധിയും മദർ തെരേസയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? അപ്പൊ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ പുറംകാഴ്ച മാത്രമാണ്. അതിലേക്ക് ഇവര് ഒരു വ്യക്തിത്വം, മനുഷ്യന്റെ സ്വഭാവം, നന്മ കൊണ്ട് ലോകം കീഴടക്കിയൊരു എന്തോരുണ്ട്.
രൂപം കൊണ്ട് ശ്രദ്ധ നേടിയ സൗന്ദര്യ മത്സരങ്ങളിൽ പോലും ഇപ്പൊ നോക്കുന്നത് അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിയും അവരുടെ സ്വഭാവത്തിൻ്റെതും കൂടി അളവ് പോലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയാണ്. ഇത് നമ്മൾ കുഞ്ഞിക്കൂനൻ തൊട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ ഈ തമാശയുടെ ഭാഗത്ത് നമ്മൾ അറിയാതെ പോലും ചില സാധനങ്ങൾ വന്നു പോയാൽ അത് ചിലവർക്ക് ഹർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എഴുതുമ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. ഈ ബോഡി ഷെയ്മിങ്, പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ പോലും വരാതെ, കാരണം ഒരു അവയർനെസ് വേണം ശരിക്കും പറഞ്ഞാൽ. ദിലീപ് സീരിയസ് ആയി പോയിന്ന് വല്ലാത്തൊരു വിമർശനം വരുന്നുണ്ട്. ദിലീപ് വല്ലാതെ സീരിയസ് ആവുന്നു ഇപ്പോൾ. അതില് എത്രത്തോളം സത്യമുണ്ട്? ഇത് കഥാപാത്രങ്ങളാണ് കേട്ടോ. മനസ്സിലായി. കഥാപാത്രങ്ങളെക്കാൾ ഉപരി എന്ന് പറഞ്ഞാലേ ഈ ഓരോ കാറ്റഗറി ഒരു പ്രായം ഒരു വിഷയമാണ്. ഈ കുസൃതി കാണിക്കാനുള്ള ഒരു പ്രായവും രൂപവും ഉണ്ട് ഏത് മനുഷ്യനും. ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുസൃതി കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല ചിലർ. അതായത് വളരെ പക്വതയുള്ള മെച്യൂരിറ്റി ഉള്ള ഒരാൾ ഈ പിള്ളേരുടെ പോലെ ഇവനിപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല എന്നല്ലേ തോന്നുള്ളൂ. ആ സമയം ആ ഒരു കുട്ടികളി പ്രായമുള്ള ഒരുത്തിൽ നിന്ന് കാണിച്ചാൽ നമ്മൾ ജെന്യൂനായിട്ട് എടുക്കും. അപ്പം നമ്മൾ ആ കഥാപാത്രത്തിന് ആ പ്രായത്തിനനുസരിച്ചിട്ട് ഉള്ള കഥാപാത്രങ്ങൾ എടുക്കുക എന്നുള്ള ഒരു ശ്രദ്ധയും ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ കഥാപാത്രം പോലും നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂട്ടിനും ബിജുക്കൂട്ടിനൊക്കെ ഇട്ടെന്ന് പറഞ്ഞ പോലെ ഒരു ബുദ്ധി കാണിക്കണം അതിൻ്റെ അകത്ത്. ബുദ്ധി കാണിച്ച് വർക്ക് ചെയ്യുക. പ്രായം ഉണ്ടെങ്കിലും ആ പ്രായത്തിനൊത്ത തമാശകൾ വരണം. ഇപ്പൊ തൊമ്മനും മക്കളിലും തമാശയില്ലേ, രാജൻ പിതേ പറയുന്നില്ലേ, മമ്മൂക്ക പറയുന്നില്ലേ, ലാലേട്ടൻ പറയുന്നില്ലേ, ആ പ്രായത്തിലുള്ളവര്. എപ്പോഴും ഈ ദശമൂലം ദാമുവിന്റെ സ്പിൻ ഓഫ്, ദശമൂലം ദാമു ഇനി വരില്ല. അത് അതിന് കുറെ ശ്രമങ്ങളൊക്കെ നടത്തി. പിന്നെ സുരാജിനും അതിനുള്ള ഒരു ധൈര്യമില്ല. സുരാജ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ പല സെറ്റപ്പുകളിലൊക്കെ നോക്കി. പിന്നെ അതിന്റെ പ്രസക്തി അങ്ങോട്ട് പോയി. ഒരുപാട് നാളായല്ലേ ഇത്. അപ്പൊ ഇനി അത് എനിക്കും അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ഈ ഒരുപാട് സിനിമകളിൽ രണ്ടാം ഭാഗത്തിനുള്ള സ്കോപ്പുകളായിട്ടൊക്കെ ഈ ഫേസ്ബുക്കിൽ എഴുതാറുണ്ടല്ലോ, ഇത് ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാല് അത് ഭയങ്കര റിസ്ക്കാണ് ഈ രണ്ടാം ഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ ചോട്ടാ മുംബൈ ഇത്ര ആഘോഷിക്കപ്പെടുന്നു, ഇതിന്റെ രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ ഈ രണ്ടാം ഭാഗം എഴുതുന്നത് ഇത്തരം കഥാപാത്രങ്ങള് പലരില്ല. പിന്നെ ലാലേട്ടൻ, ഇപ്പൊ കാണുന്ന ലാലേട്ടന് ഏജ് അല്ല, ഇപ്പൊ 18 വർഷത്തെ വ്യത്യാസമുണ്ട്. ലാലേട്ടന്റെ രൂപത്തിലും ഇത്തിരി കൂടെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഭയങ്കര പക്വത ഒന്നുകൂടി വന്നിട്ടുണ്ട്. ഈ കുട്ടിത്തം, ഇതിനകത്ത് നല്ല കുട്ടിത്തം ഉണ്ട്. നല്ല ഫിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആ ക്യാരക്ടർ നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ ഇതായിട്ട് അടിക്കും ചിലപ്പോ. അത് ചോട്ടാമ്പൈ സെക്കൻഡ് പാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 2 വർഷത്തിന് മുമ്പ്, പടം റിലീസായി 2 വർഷം കഴിയുമ്പോൾ തന്നെ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇവരെ ആ ഫ്ലേവറിൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ ഇവരെ വെച്ചിട്ട് ആ ഒരു മൂടുള്ള സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് ആലോചിക്കുന്നുണ്ട്. ഈ ചോട്ടാ മുംബൈയുടെ ആ ഒരു ട്രെൻഡിലുള്ളത് പാട്ടും ഡാൻസും ഇതൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നടക്കുമെന്നറിയില്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അൻവറും എന്നോടും ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ ഒരു പൊളിക്കാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം കേട്ടാ. അത് ആലോചിക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ ദിവസമുണ്ട്. അദ്ദേഹത്തിന്റെ ഡിസ്കഷൻ ഒക്കെ ഉണ്ടല്ലോ, എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അൻവറൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തുടക്കകാലം തൊട്ടുള്ള നമ്മുടെ ഒറ്റ ചങ്ങാതിയല്ലേ. കാണുകയോ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങള് അല്ല, എപ്പോഴും അങ്ങനെ എപ്പോഴും വിളിച്ചുള്ള ബന്ധമൊന്നുമില്ല. എന്നാലും ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. എപ്പോഴും വിളിച്ചില്ലെങ്കിലും ആ ഒരു ആത്മബന്ധം അങ്ങനെ കിടക്കും. അൻവർ ഉമ്മയായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അൻവറിന്റെ ഫാമിലി ആയിട്ടൊക്കെ നല്ല അടുപ്പമാണ്.